Dear students, the next topic we move on to respiratory system. Phineas takes up oxygen dissolved in sea water. നമുക്കറിയാം സീ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടിരിക്കുന്ന ഓക്സിജനാണ് ഇവർ അപ്ടേക്ക് ചെയ്യുന്നത്. ഇവരുടെ പ്രധാന റെസ്പിറേറ്ററി ഓർഗൻസ് ആണെന്ന് പറയുന്നത് ഇന്നർ ലൈനിങ് ഓഫ് ബ്രാങ്കിയോസ്റ്റീഗൈറ്റ്സ്, എപ്പിപോഡൈറ്റ്സ് ഓർ മാസ്റ്റിഗോബ്രാങ്കിയെ ആൻഡ് ബ്രാങ്കിയെ ഓർ ഗിൽസ്. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പിനിയസിനെ റെസ്പിറേഷന് സഹായിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ബ്രാങ്കിയോസ്റ്റീഗൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ബ്രാങ്കിയോസ്റ്റീഗൈറ്റ്സ് എന്ന് വെച്ചാൽ ദ വെൻട്രൽ എക്സ്റ്റൻഷൻ ഓഫ് ദ കാരാപ്പേസ്. നമുക്കറിയാം അവരുടെ ഹെഡ് റീജിയൻസിലുള്ള ഔട്ടർ കവറിങ് ആണ് കാരാപ്പേസ്. അപ്പോൾ അതിൻ്റെ വെൻട്രൽ എക്സ്റ്റൻഷൻ, കാരാപ്പേസ് വന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്ന ആ വെൻട്രൽ എക്സ്റ്റൻഷൻ്റെ ഇരുവശങ്ങളിലുമായിട്ട്, അതായത് സെഫാലോതൊറാക്സിൻ്റെ വശങ്ങളിലായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ബ്രാങ്കിയോസ്റ്റീഗൈറ്റ്. ഈ ബ്രാങ്കിയോസ്റ്റീഗൈറ്റാണ് റെസ്പിറേഷന് സഹായിക്കുന്ന പ്രധാന ഓർഗൻ. ദ സ്പേസ് ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ബ്രാങ്കിയോസ്റ്റീഗൈറ്റ് ഈസ് കാൾഡ് ഗിൽ ചേംബർ ഓർ ബ്രാങ്കിയൽ ചേംബർ. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ വ്യക്തമായിട്ട് കാണാം, ബ്രാങ്കിയൽ ചേംബറാണ്. ദ സ്പേസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ബ്രാങ്കിയോസ്റ്റീഗൈറ്റ് ഈസ് നോൺ ആസ് ബ്രാങ്കിയൽ ചേംബർ. The inner lining of branchiostygite is highly vascular. It's bathed in water. Exchange of respiratory gases takes place through this inner lining. And the next one is the എപ്പിപോഡൈറ്റ്സ് ഓർ മാസ്റ്റിഗോബ്രാങ്കിയെ. ഇനി അടുത്തതാണ് എപ്പിപോഡൈറ്റ്സ് അല്ലെങ്കിൽ മാസ്റ്റിഗോബ്രാങ്കിയെ എന്ന് പറഞ്ഞ സ്ട്രക്ചർ. എപ്പിപോഡൈറ്റ് അല്ലെങ്കിൽ മാസ്റ്റിഗോബ്രാങ്കിയെ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും. എപ്പിപോഡൈറ്റ് എന്ന് പറയുമ്പോൾ പിനിയസസിൽ 6 പെയർ ഓഫ് എപ്പിപോഡൈറ്റ് അല്ലെങ്കിൽ മാസ്റ്റിഗോബ്രാങ്കി കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാം റോസ്ട്രം കഴിഞ്ഞു, ഐ കഴിഞ്ഞു, സ്കാഫോനാദൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കഴിഞ്ഞു. ഫസ്റ്റ് മാക്സിലിപ്പീഡിന് ശേഷം കാണുന്ന സ്ട്രക്ചറാണ് എപ്പിപോഡൈറ്റ്. അപ്പോൾ എപ്പിപോഡൈറ്റ് അല്ലെങ്കിൽ മാസ്റ്റിഗോബ്രാങ്കിയെ എന്ന് പറഞ്ഞത് 6 പെയറാണ് പിനിയസിൽ സാധാരണ കാണപ്പെടുന്നത്. ദേ ആർ ദ ഔട്ട് ഗ്രോത്ത് ഓഫ് കോക്സ ഓഫ് ദ തൊറാസിക് അപ്പൻഡേജസ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്? ഈ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത് തൊറാസിക് അപ്പൻഡേജസിൻ്റെ കോക്സയുടെ ഔട്ട് ഗ്രോത്തിൽ നിന്നാണ്. അപ്പോൾ അത് 6 പെയേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 3 പെയർ എന്ന് പറയുന്നത് മാക്സിലിപ്പീഡ്സിൽ നിന്നും, ബാക്കി 3 പെയർ ചിലേറ്റ് വാക്കിംഗ് ലെഗ്സിലുമാണ് കാണുന്നത്. നമുക്കറിയാം ചിലേറ്റ് വാക്കിംഗ് ലെഗ് എന്ന് പറയുമ്പം ചിലേറ്റ് ആർട്ടിക്കുലേഷനുള്ള ആ ലെഗിൽ അവിടെയാണ് കാണുന്നത്. ദ ലൈ ഇൻ ദ ബ്രാങ്കിയൽ ചേംബർ. ഇത് ബ്രാങ്കിയൽ ചേംബറിലാണ് കാണപ്പെടുന്നത്. എപ്പിപോഡൈറ്റ്സ് ഓഫ് ഫസ്റ്റ് പെയർ ഓഫ് മാക്സിലിപ്പീഡ്സ്. അപ്പോൾ ഫസ്റ്റ് പെയർ ഓഫ് മാക്സിലിപ്പീഡ്സിൽ കാണുന്ന എപ്പിപോഡൈറ്റ്സ് ഫ്ലാറ്റാണ്, കോണിക്കലാണ്, ഒരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് അതിന് ഉള്ളത്. ബാക്കിയുള്ള എപ്പിപോഡൈറ്റുകളെല്ലാം വൈ ഷേപ്പിലാണുള്ളത്. ഇത് വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് ഇതിൽ നന്നായിട്ട് ബ്ലഡ് നിറയുകയും ഇത് ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 സ്ട്രക്ചറിൽ 1 ബ്രാങ്കിയോസ്റ്റീഗൈറ്റ്സ് ആയിരുന്നു, 2 എപ്പിപോഡൈറ്റ്സ് അല്ലെങ്കിൽ മാസ്റ്റിഗോബ്രാങ്കിയെ. ഇനി മൂന്നാമത്തതാണ് ബ്രാങ്കിയെ ഓർ ഗിൽ. അപ്പോൾ ഗില്ലും നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയും. ബ്രാങ്കിയെ അല്ലെങ്കിൽ ഗിൽ എന്ന് വെച്ചാൽ ഒരു ഫെദർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ആണ്. അത് ഉണ്ടായിരിക്കുന്നത് ലാറ്ററൽ വാൾ ഓഫ് തൊറാക്സും തൊറാസിക് അപ്പൻഡേജസിൽ നിന്നുമാണ്.
അപ്പോൾ തൊറാക്സിൻ്റെയും തൊറാസിക് അപ്പൻഡേജസിൻ്റെയും സൈഡിലുള്ള വാൾസിൽ നിന്നാണ് ഈ ഗിൽസ് എറൈസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഗില്ലിനും ഒരു സ്റ്റെം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ 3 ലോങ്ജിറ്റ്യൂഡിനൽ ബ്ലഡ് ചാനൽസ് ഈ സ്റ്റെമ്മിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. The 2 lateral channels are connected by many transverse channels. 2 ലാറ്ററൽ ചാനൽസ് തമ്മിൽ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ചാനൽസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം ലാറ്ററൽ ഫ്ലാറ്റ് ഗിൽ പ്ലേറ്റുകൾ സ്റ്റെമ്മിൽ നിന്ന് എറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാർജിനൽ ചാനൽസ് ഫ്രം ദ ലാറ്ററൽ ചാനൽസ് പെനിട്രേറ്റ് ഇൻ ടു ദ ഗിൽ പ്ലേറ്റ് ആൻഡ് ഓപ്പൺ ഇൻ ടു ദ മീഡിയം ചാനൽ. അപ്പോൾ അവിടെ ഒരു മീഡിയം ചാനലുണ്ട്. ആ മീഡിയം ചാനലിലോട്ട് സൈഡിലുള്ള ചാനൽസും അരികിലുള്ള മാർജിനിലുള്ള ചാനൽസും പെനിട്രേറ്റ് ചെയ്ത് ഈ ഗിൽ പ്ലേറ്റിൽ വന്ന് ഒരു മീഡിയം ചാനലായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ദ സ്റ്റെം ആൻഡ് ഗിൽ പ്ലേറ്റ് ആർ കവേർഡ് എക്സ്റ്റേണലി ബൈ എ തിൻ ലെയർ ഓഫ് കൈറ്റിൻ. അപ്പോൾ ഗിൽ പ്ലേറ്റും സ്റ്റെമ്മും ഒരു കൈറ്റിൻ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കൂടാതെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസും കാണാൻ കഴിയും. ഈ എപ്പിത്തീലിയൽ ലെയറിൽ കണക്റ്റീവ് ടിഷ്യൂസും ബ്ലഡ് ചാനൽസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗിൽസിനെ നമ്മൾ ഡെൻഡ്രോബ്രാങ്കിയേ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് 3 പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ റെസ്പിറേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. According to the position or point of origin, there are 3 sets of branchiae. അപ്പോൾ 3 സെറ്റ് ബ്രാങ്കിയെ നമുക്ക് അതിൻ്റെ പോയിൻ്റ് ഓഫ് ഒറിജിൻ വെച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് പോഡോ ബ്രാഞ്ചസ് അല്ലെങ്കിൽ പോഡോ ബ്രാങ്കിയെ. ഇതെന്ന് പറയുന്നത് ഫൂട്ട് ഗില്ലെന്നാണ് വിളിക്കുന്നത്. പിനിയസിൽ ഒരു ജോഡി പോഡോ ബ്രാങ്ക്സ് ആണുള്ളത്. അത് സെക്കൻഡ് പെയർ ഓഫ് മാക്സിലിപീഡ്സിൻ്റെ കോക്സയുടെ ഔട്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ പിക്ചറിൽ ആ പോഡോ ബ്രാഞ്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പോഡോ ബ്രാഞ്ചിൽ നിന്ന് ഫസ്റ്റ് ഗില്ല് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്ലൂറോ ബ്രാഞ്ച് ഓർ പ്ലൂറോ ബ്രാങ്കിയെ. അതിനെ നമ്മൾ വോൾ ഗില്ലെന്നാണ് വിളിക്കുന്നത്. ഈ പ്ലൂറോ ബ്രാങ്കിയെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് എറൈസ് ചെയ്തിരിക്കുന്നത് ലാറ്ററൽ വാൾ ഓഫ് ദ തൊറാക്സ് എബവ് ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് അപ്പൻഡേജസ്. അപ്പോൾ അപ്പൻഡേജസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലാറ്ററൽ വാളിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഇപ്പോൾ 7th ഗില്ലിനെയാണ് നമ്മൾ പ്ലൂറോ ബ്രാഞ്ച് എന്ന് പറയാം നമുക്ക്. അപ്പോൾ പിനിയസിൽ 6 ജോഡി പ്ലൂറോ ബ്രാഞ്ചസ് കാണപ്പെടുന്നുണ്ട്. ഇത് തൊറാസിക് വാളിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതെവിടെയെന്ന് വെച്ചാൽ തൊറാസിക് വാളിൽ മുകളിലായിട്ട് 3rd പെയർ ഓഫ് മാക്സിലിപീഡ്സിലും അതേപോലെ 5 പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സിൻ്റെയും അടുത്തായിട്ട് അത് കാണപ്പെടുന്നുണ്ട്. അടുത്തൊരു ടൈപ്പാണ് ആർത്രോ ബ്രാഞ്ചസ് ഓർ ആർത്രോ ബ്രാങ്കിയെ. ഈ ആർത്രോ ബ്രാങ്കിയെ എന്ന് പറഞ്ഞാൽ അത് ജോയിൻ്റ് ഗിൽസ് ആണ്. നമുക്കറിയാം ജോയിൻ്റ് ഗിൽസ് മീൻസ് ആർത്രോപോഡ ജോയിൻ്റ് ലെഗ് ഉള്ളവരാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും എറൈസ് ചെയ്ത് ഇത് കാണപ്പെടുന്നത് ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ജോയിൻ്റ് ഗിൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് തൊറാസിക് വാളിൻ്റെ അപ്പോൾ സെഫാലിക്ക് കഴിഞ്ഞ് തൊറാസിക് റീജിയനിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ തൊറാസിക് വാളിൽ എത്തുമ്പോഴത്തേക്ക് ലെഗുകളൊക്കെ നമുക്ക് കാണാം. ലെഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ തൊറാസിക് വാളിൻ്റെ പ്രോക്സിമൽ സെഗ്മെൻറ്റും അപ്പോൾ അവിടെ അപ്പൻഡേജ് തുടങ്ങുന്ന അവിടെയും നിന്നാണ് ഈ ആർത്രോ ബ്രാഞ്ചസ് കാണപ്പെടുന്നത്. പിനിയസിൽ 2 ജോഡി ആർത്രോ ബ്രാഞ്ചസ് എറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഈ ആർട്ടിക്കുലാർ മെംബ്രെയിനിൽ നിന്നാണ്. തൊറാസിക് വാളിൻ്റെ പ്രോക്സിമൽ സെഗ്മെൻറ്റായ സെക്കൻഡ് മാക്സിലിപീഡും 3rd മാക്സിലിപീഡും പിന്നെ ഫസ്റ്റ് 3
വാക്കിംഗ് ലെഗ്സിൻ്റെ ഒക്കെ അവിടെ ആയിട്ടാണ് ഈ ആർത്രോ ബ്രാഞ്ചസ് കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് ബ്രാങ്കിയൽ ഫോർമുല. അപ്പോൾ ബ്രാങ്കിയൽ ഫോർമുല ഷോസ് ദ നമ്പർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രാങ്കിയെ ഓർ ഗിൽസ് ഓൺ വൺ സൈഡ് ഓഫ് ദ thorax ഈസ് നോൺ ആസ് ദ ബ്രാങ്കിയൽ ഫോർമുല. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം എന്താണ് ബ്രാങ്കിയൽ ഫോർമുല. അപ്പോൾ നമുക്ക് ബ്രാങ്കിയൽ ഫോർമുല നോക്കാം. ബ്രാങ്കിയൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്പറും അറേഞ്ച്മെൻറ്റുമാണ് ഈ ബ്രാങ്കിയ അല്ലെങ്കിൽ ഗിൽസിൻ്റെ രണ്ട് സൈഡിലുമുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ബ്രാങ്കിയൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പോൾ തൊറാക്സിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ള ഈ ബ്രാങ്കിയ അല്ലെങ്കിൽ ഗിൽസിൻ്റെ നമ്പറിനെയും അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ബ്രാങ്കിയൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിനിയസിൻ്റെ ബ്രാങ്കിയൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രാങ്കിയൽ ഫോർമുലയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്രാങ്കിയൽ ഫോർമുല വെച്ച് നമുക്ക് മെക്കാനിസം ഓഫ് റെസ്പിറേഷന് പറയാൻ കഴിയും. ദർ ആർ 2 ബ്രാങ്കിയൽ ഓർ ഗിൽ ചേമ്പേഴ്സ്. ഇവർക്ക് 2 ബ്രാങ്കിയൽ അല്ലെങ്കിൽ ഗിൽ ചേമ്പേഴ്സാണുള്ളത്. ദ എൻക്ലോസസ് ഹൈലി വാസ്കുലർ റെസ്പിറേറ്ററി ഓർഗൻ. അപ്പോൾ അതിനകത്താണ് നല്ല വാസ്കുലർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ റെസ്പിറേറ്ററി ഓർഗൻസ്? ബ്രാങ്കിയ ഓർ ഗിൽസ്, എപ്പിപോഡൈറ്റ്, ഇന്നർ ലൈനിങ് ഓഫ് ദ ബ്രാങ്കിയോസ്റ്റിഗേറ്റ്സ്. നമ്മൾ 3 ഓർഗനാണ് പഠിച്ചത്. ഈ 3 റെസ്പിറേറ്ററി ഓർഗനും സ്ഥിതി ചെയ്യുന്നത് ഹൈലി വാസ്കുലർ ആയിട്ടുള്ള ഒരു ഗിൽ ചേമ്പറിനകത്താണ്. ആൻറ്റീരിയർ വെൻട്രൽ ആൻഡ് പോസ്റ്റീരിയർ സൈഡ് ഓഫ് ഈച്ച് ചേമ്പർ ആർ ഓപ്പൺ. അപ്പോൾ ഈ ചേമ്പറിൻ്റെ മുകൾ ഭാഗവും സൈഡും എല്ലാം ഓപ്പണാണ്. ഇവിടെ നമുക്ക് നോക്കാം. ദ എക്സോപോഡൈറ്റ് അല്ലെങ്കിൽ സ്കാഫോനാദൈറ്റ് എന്ന് വിളിച്ചൊരു സ്ട്രക്ചറുണ്ട്. എപ്പിപോഡൈറ്റ്, എക്സോപോഡൈറ്റ് അല്ലെങ്കിൽ സ്കാഫോനാദൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും സ്കാഫോനാദൈറ്റ് കണ്ടോ. അപ്പോൾ ഈ സ്കാഫോനാദൈറ്റ് അല്ലെങ്കിൽ എക്സോപോഡൈറ്റ് എന്ന് പറഞ്ഞ ഈ ഭാഗം, ഈ എക്സോപോഡൈറ്റ് ഓർ സ്കാഫോനാദൈറ്റ് ഓഫ് ദ സെക്കൻഡ് മാക്സില. അപ്പോൾ സെക്കൻഡ് മാക്സിലയുടെ അടുത്ത് കാണുന്ന ഈ എക്സോപോഡൈറ്റ്, സെക്കൻഡ് മാക്സിലയുടെ എക്സോപോഡൈറ്റ് അല്ലെങ്കിൽ സ്കാഫോനാദൈറ്റ് ലൈസ് അറ്റ് ദ ആൻറ്റീരിയർ റീജിയൺ ഓഫ് ദ ബ്രാങ്കിയൽ ചേമ്പർ. അപ്പോൾ ഇത് കാണപ്പെടുന്നത് ബ്രാങ്കിയൽ ചേമ്പറിൻ്റെ ആൻറ്റീരിയർ റീജിയണിലാണ്. ബ്രാങ്കിയൽ ചേമ്പറിൻ്റെ മുകളിലായിട്ടാണ് ഈ എക്സോപോഡൈറ്റ് അല്ലെങ്കിൽ സ്കാഫോനാദൈറ്റ് എന്ന് വിളിക്കുന്ന ഈ സെക്കൻഡ് മാക്സിലയുടെ ഭാഗം കാണപ്പെടുന്നത്. ഇറ്റ്സ് മൂവ്മെൻറ്റ് ഡ്രൈവ്സ് വാട്ടർ ഔട്ട് ഓഫ് ദ ബ്രാങ്കിയൽ ചേമ്പർ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റാണ് വാട്ടറിനെ ബ്രാങ്കിയൽ ചേമ്പറിലോട്ട് കടത്തിവിടുന്നത്. സോ വാട്ടർ ഫ്രം ഔട്ട്സൈഡ് എൻറ്റേഴ്സ് ദ ചേമ്പർ ത്രൂ ദ പോസ്റ്റീരിയർ സൈഡ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ഔട്ട്സൈഡിൽ വാട്ടർ കയറാനായിട്ട് ഔട്ട്സൈഡിൽ വാട്ടർ പോകാൻ സഹായിക്കുന്നത് പോസ്റ്റീരിയർ സൈഡിലുള്ള ചേമ്പറാണ്. എ കോൺസ്റ്റൻറ്റ് കറണ്ട് ഓഫ് വാട്ടർ ഫ്ലോസ് ഓവർ ദി റെസ്പിറേറ്ററി ഓർഗൻ. അപ്പോൾ ഈ റെസ്പിറേറ്ററി ഓർഗനകത്ത് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഓക്സിജൻ ഡിസോൾഡ് ഇൻ ദ വാട്ടർ ഡിഫ്യൂസസ് ഇൻ ടു ദ ബ്ലഡ് ഇൻ ദ റെസ്പിറേറ്ററി ഓർഗൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ബ്ലഡ് ഡിഫ്യൂസസ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ ഡിഫ്യൂഷൻ അറിയാമല്ലോ, കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട്, കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് ഡിഫ്യൂസ് ചെയ്താണ് പോകുന്നത്. ദ സീറ്റോസ് പ്രോസസ്സസ് എലോങ് ദ ആൻറ്റീരിയർ വെൻട്രൽ ആൻഡ് പോസ്റ്റീരിയർ മാർജിൻസ് ഓഫ് ദ ബ്രാങ്കിയൽ or gill chambers prevent the entry of foreign particles into the chambers. അപ്പോൾ ഇവിടെ ധാരാളം സീറ്റോസ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കാണപ്പെടുന്നുണ്ട്. ഈ സീറ്റോസ് പ്രോസസ്സുകളാണ് തിരിച്ച് വെള്ളത്തെ അവിടെ ഇപ്പോൾ ഇത് ആൻറ്റീരിയറും വെൻട്രലും പോസ്റ്റീരിയറിലും മാർജിൻസിലൊക്കെ ഈ ഇങ്ങനെ ഫോറിൻ പാർട്ടിക്കിൾസ് കയറാതെ സഹായിക്കുന്നത് സീറ്റോസ് പ്രോസസ്സാണ്. അതാണ് ഈ ബ്രാങ്കിയലിനെ അല്ലെങ്കിൽ ഗിൽ ചേമ്പറിനെ ഫോറിൻ പാർട്ടിക്കിൾസിൻ്റെ എൻട്രിയിൽ നിന്ന് തടഞ്ഞ് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് റെസ്പിറേറ്ററി സിസ്റ്റവും അതിൻ്റെ ബ്രാങ്കിയൽ ഫോർമുലയും മെക്കാനിസം ഓഫ് റെസ്പിറേഷനും. അപ്പോൾ ഡിഫ്യൂഷൻ വഴിയാണ് പ്രധാനമായിട്ടും റെസ്പിറേഷൻ നടക്കുന്നത്. 3 പ്രധാനപ്പെട്ട ഓർഗൻസാണ് അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഒന്ന് ബ്രാങ്കിയോസ്റ്റീഗൈറ്റ്സ് ആണ്, ഇന്നർ ലൈനിങ് ഓഫ് ബ്രാങ്കിയോസ്റ്റീഗൈറ്റ്സ്.
എപ്പിപോഡൈറ്റ്സ് ഓർ മാസ്റ്റിഗോ ബ്രാങ്കിയെ. പിന്നെ വരുന്നത് ബ്രാങ്കിയെ ഓർ ഗിൽസ് ആണ്.